ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എഡ്യൂപോർട്ട്. നമ്മളിതേ എക്സാമിന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് അല്ലേ. കഷ്ടിച്ച് നിങ്ങൾക്ക് ഇതേ ഒരു മാസം മാത്രമാണ് പബ്ലിക് എക്സാമിന് വരുന്നത്. റെഡി? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാൻ തുടങ്ങാത്തവർ, പഠിക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവർ മക്കളെ ട്രാക്കിൽ കയറിക്കോ. ടൈം ഇതേ എത്തിയിട്ടുണ്ട്. പബ്ലിക് എക്സാം ആണ്. നമ്മൾ കഴിഞ്ഞ ഹാഫ് ഇയർലി അതിന്റെ മുൻപത്തെ എക്സാമിനൊന്നും പഠിച്ച പോലെയല്ല. കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ്, നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സും, എല്ലാ യൂണിറ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിരിക്കേണ്ട ഒരു എക്സാം ആണ് പബ്ലിക് എക്സാം. സോ വെറുതെ ഉഴപ്പ് കാണിച്ച് ലേസിനെസ് ആയിട്ട് നടക്കണ്ട. പഠിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രാക്കിൽ കയറണം. റെഡിയാണ്? അപ്പം നമ്മൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് കുറച്ചധികം ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്വസ്റ്റ്യൻസ് വരും എന്ന് എക്സ്പെക്ട് ചെയ്തിരുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ലായിരുന്നു. ആ ചാപ്റ്റേഴ്സ് നിന്നായിരിക്കും മക്കളെ പബ്ലിക് എക്സാമിന് ഇനി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അവിടെ വരുന്ന 1-2 ചാപ്റ്റേഴ്സ് അത് ഏതായിരിക്കും? അത്തരത്തിലുള്ള ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മിസ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോകുന്നത്. റെഡിയാണ്? ഏത് ചാപ്റ്റർ ആണ് ഇത്? കബ് തക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് എക്സാമിന് വരും എന്ന് കരുതിയിട്ട്. പക്ഷെ നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. സോ നന്നാക്കി പഠിച്ചോ. പബ്ലിക് എക്സാമിന് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ചാപ്റ്ററിൽ നിന്ന്. റെഡിയാണ്? സോ മിസ് പറഞ്ഞു വരുന്നത്, ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഈ വീഡിയോയിൽ മിസ് പറഞ്ഞു തരുന്നത്. അതിനു മുൻപ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂപോർട്ട്. റെഡി മക്കളെ? അപ്പൊ എല്ലാവരും നന്നാക്കി ശ്രദ്ധിച്ചോ. കബ് തക് എന്ന് പറഞ്ഞിട്ടുള്ള വന്ദന ടേട്ടേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റർ എഴുതിയിട്ടുള്ള ഒരു കവിതയായിരുന്നു കബ് തക്, എപ്പോൾ വരെ. ഓക്കെ, കബ് തക് എന്നതിന്റെ മീനിങ് എന്തായിരുന്നു? എപ്പോൾ വരെ. റെഡി ആണല്ലോ? എപ്പോൾ വരെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, സോറി ഒരു ചാപ്റ്റർ ആയിരുന്നു അത്. ഈ വന്ദന ടേട്ടേ എന്ന് പറയുന്നത് മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ആദിവാസി കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പം അത്തരത്തിൽ ആദിവാസി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സമൂഹത്തിൽ അടിച്ചമർത്തലുകളും ഒരുപാട് പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്ന അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു കവിതയായിരുന്നു. ആ ആൾക്കാരുടെ അടുത്ത് അല്ലെ എന്താണ് എഴുന്നേറ്റ് വരൂ അല്ലെ, അവരെന്താണ് എല്ലാവരും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന, എല്ലാവരും ദ്രോഹിക്കുന്ന അല്ലെ, ഉപദ്രവിക്കുന്ന, പീഡിപ്പിക്കുന്ന ഒന്നും ഇങ്ങനെ സഹിച്ചു പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ രംഗത്തേക്ക് വരൂ, പ്രതികരിക്കൂ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഒരു കവിതയായിരുന്നു കബ് തക് എന്ന് പറഞ്ഞിട്ടുള്ള വന്ദന ടേട്ടയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കവിത. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ടതാണ് മിസ് ഇവിടെ പറഞ്ഞു തരുന്നത്. നോക്കിക്കോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എന്താണ്? മിസ് ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കോളൂ. ആപ്കെ സ്കൂൾ മേം ഗുദ് കെ ലിയെ ആവാസ് ഉഡാവോ വിഷയ് പർ സംഗോഷ്ഠി ഹോനെ വാലാ ഹേ. എന്താണ് നടക്കുന്നത്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആപ്കെ സ്കൂൾ, നിങ്ങളുടെ സ്കൂളിൽ ഗുദ് കെ ലിയെ ആവാസ് ഉഡാവോ, എന്താണ്? നിങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തൂ അല്ലെങ്കിൽ സ്വയം ശബ്ദമുയർത്തൂ എന്നുള്ള ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് വിഷയ് പർ സംഗോഷ്ഠി ഹോനെ വാലാ ഹേ. സംഗോഷ്ഠി എന്ന് പറഞ്ഞാൽ എന്താണ്? സെമിനാർ ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശബ്ദമുയർത്തൂ എന്നുള്ള ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് ഒരു സെമിനാർ നടക്കുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഉസ്കെ ലിയേ ഏക് പോസ്റ്റർ തയ്യാർ കരേ, അതിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കൂ എന്നുള്ളതാണ് മക്കളെ ക്വസ്റ്റ്യൻ വരുന്നത്. റെഡിയാണ്? സ്ക്രീൻ ക്ലിയർ ആണല്ലോ? ഓക്കെ, പോസ്റ്റർ ക്വസ്റ്റ്യൻ ആണ്. എന്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്? ഒരു സെമിനാർ. സംഗോഷ്ഠി എന്ന് പറഞ്ഞാൽ സെമിനാർ ആണ്. നോക്കിയോ, എന്താണ് ആദ്യം വേണ്ടിയത്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പോസ്റ്ററിൽ ഹെഡിങ് മസ്റ്റ് ആണ്. ഹെഡിങ് നോക്കിയോ, എന്താണ്? ഗുദ് കെ ലിയെ ആവാസ് ഉഡാവോ, നിങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തൂ അല്ലെങ്കിൽ സ്വയം ശബ്ദമുയർത്തൂ. ഗുദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുദ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സ്വയം എന്നാണ്. അപ്പം ഗുദ് കെ ലിയെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തൂ. ആവാസ് ഉഡാവോ, ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദമാണ്, ശബ്ദമുയർത്തൂ. എന്താണ് നടക്കാൻ പോകുന്ന പ്രോഗ്രാം? സംഗോഷ്ഠിയാണ്. ഓക്കെ, മെൻഷൻ ചെയ്യുക. 2 കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. സംഗോഷ്ഠി എന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്, ടോപ്പിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യന് തന്നെ നിങ്ങൾക്ക് ആൻസർ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പോസ്റ്റർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. റെഡിയാണ്?
അടുത്തത് എവിടെയാണ് നടക്കുന്നത്, എപ്പോഴാണ്, എന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും മെൻഷൻ ചെയ്യണം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. താരീഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആണ്, സമയമാണ്, സ്ഥലമാണ്. വേണ്ടേ? എപ്പോഴാണ് നടക്കുന്നത്, എവിടെയാണ് നടക്കുന്നത്, ആൾക്കാർക്ക് പങ്കെടുക്കണമെങ്കിൽ അതൊക്കെ അറിയേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഇതേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റും കാര്യങ്ങളും കൊടുക്കുക. സമയം 10 ബജെ എന്നാണ് കൊടുത്തിരിക്കുന്നത്, 10 ബജെ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എവിടെയാണ് സ്ഥലം കൊടുത്തിരിക്കുന്നത്, ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്കൂളിൻ്റെ പേരോ ഒരു ഹാളിന്റെ പേരോ എന്തും കൊടുക്കാം. മിസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, ABC സ്കൂൾ സഭാഗൃഹ ഇടുക്കി. വെറുതെ ഒരു പേര് മിസ് കൊടുത്തതാണ്. നിങ്ങൾക്ക് ഏത് സ്കൂൾ നെയിം വേണേലും കൊടുക്കാം. റെഡിയാണ്. നെക്സ്റ്റ് ലാസ്റ്റിലേക്ക് എന്താണ് സംഭവിക്കുന്നത്, ഒരു പ്രോഗ്രാം ആണ്, അത് ഉദ്ഘാടനം, അതിന്റെ ഇനാഗുറേഷൻ ഫംഗ്ഷൻ എന്തായാലും ഉണ്ടാകും. അപ്പം ആരാണ് ഉദ്ഘാടനം ചെയ്യുന്ന ആള്, പ്രഥമ അധ്യാപിക അല്ലെ, അവിടുത്തെ പ്രധാന അധ്യാപികയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മെഹമാൻ എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് ആണ്. പരിപാടിക്ക് ഒരു അതിഥി ഉണ്ടായിരിക്കുമല്ലോ. യെസ്, ഗസ്റ്റ് ആണ്. ഗസ്റ്റ് ആരാണ്, വന്ദന ടേഠേ. ഈ കബിത്തക് എന്ന കവിത എഴുതിയിട്ടുള്ള റൈറ്റർ ആണ് വന്ദന ടേഠയാണ് ഗസ്റ്റ് ആയിട്ട് വരുന്നത്. ലാസ്റ്റിലേക്ക് എന്ത് കൊടുക്കാം, സബ്കാ സ്വാഗത്, ഓൾ ആർ വെൽക്കം എന്ന് നമ്മൾ പറയുമല്ലോ, അത് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. റെഡിയാണല്ലോ. സങ്കോഷ്ടിയാണ്, ഒരു സെമിനാർ ആണ് നടക്കുന്നത്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, നന്നാക്കി നോക്കി വെച്ചോ. മേ ബി സെയിം ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാട്ടോ. റെഡിയാണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. സെയിം ഒരു പോസ്റ്റർ ക്വസ്റ്റ്യൻ തന്നെയാണ് ആ ചാപ്റ്ററിൽ നിന്നും വരാൻ ചാൻസ് ഉള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ മിസ് വായിക്കുന്നുണ്ട്. യെസ്, आत्मसम्मान से बड़ी कोई चीज नहीं होती, यह संदेश देते हुए പോസ്റ്റർ തയ്യാർ കരേ. എന്താ പറഞ്ഞിരിക്കുന്നത് പോസ്റ്ററിന്റെ വിഷയം, ആത്മസമ്മാൻ സേ ബഡി കോയി ചീസ് നഹി ഹോത്തി. ആത്മാഭിമാനത്തെക്കാൾ വലുതായിട്ട് മറ്റൊരു കാര്യം തന്നെയുമില്ല. സെൽഫ് റെസ്പെക്ട്, ആത്മാഭിമാനം എന്ന് പറഞ്ഞാൽ എന്താണ്, സെൽഫ് റെസ്പെക്റ്റ് ആണ്. സെൽഫ് റെസ്പെക്റ്റിനേക്കാൾ വലുതായിട്ട് ഒരു എന്തില്ല, ഒരു കാര്യവും ഇല്ല. അതിനെക്കുറിച്ചിട്ട്, അതാണ് ഏറ്റവും വലുത് സെൽഫ് റെസ്പെക്റ്റ്. അതിനെക്കുറിച്ചിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഹെഡിങ് നോക്കിയോ, എന്താ കൊടുത്തിരിക്കുന്നത്, ആപ് ഹി അപ്നി പഹ്ചാൻ, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഐഡന്റിറ്റി. ആപ് ഹി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ, അപ്നി നിങ്ങളുടെ ഐഡന്റിറ്റി, അപ്നി നിങ്ങളുടെ, പഹ്ചാൻ എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ആണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഐഡന്റിറ്റി. അങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് മിസ്. പിന്നെ ഒരു ജസ്റ്റ് നമ്മൾ ഗൂഗിളിലൊക്കെ ഓരോ കോട്ടുകളൊക്കെ കാണൂലേ, ഓരോ രണ്ട് ലൈൻസ് ഒക്കെ കാണൂലേ, അതേപോലെ ഒരു കാര്യം മിസ് കൊടുത്തിരിക്കുന്നത്. അഗർ ആപ് യേ സപ്ന ദേഖ് സക്തേ ഹേ തോ ആപ് യേ കർ സക്തേ ഹേ. നിങ്ങൾക്കിത് സ്വപ്നം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആപ് യേ സക്തേ ഹേ, നിങ്ങൾക്കത് ചെയ്യാനും സാധിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്വപ്നം കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ, എന്നാൽ ആ കാര്യം നിങ്ങളെ കൊണ്ട് ചെയ്യാനും പറ്റും എന്നുള്ളൊരു കോട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് വീണ്ടും ജോ ബി കർണാ ഹേ ആജ് ഹി കർലേ. എന്താണ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യൂ എന്നുള്ളൊരു കോട്ടും കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് എന്താണ്, ആത്മസമ്മാൻ സേ ബഡി കോയി ചീസ് നഹി ഹോത്തി. ആത്മാഭിമാനത്തെക്കാൾ, സെൽഫ് റെസ്പെക്റ്റിനേക്കാൾ വലുതായിട്ട് മറ്റൊരു കാര്യവും തന്നെ ഇല്ല എന്നുള്ളൊരു കോട്ടും മിസ് കൊടുത്തിട്ടുണ്ട്. റെഡിയാണല്ലോ. ടോപ്പിക് എന്തായിരുന്നു, സെൽഫ് റെസ്പെക്ട്, ആത്മസമ്മാൻ, സെൽഫ് റെസ്പെക്ട് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ടോപ്പിക് തന്നിട്ട് അതിനെക്കുറിച്ച് പോസ്റ്റർ തയ്യാറാക്കാൻ പറയുമ്പം എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ അലങ്കരിച്ച് കുറച്ച് 2-3 ലൈൻസ് ഒക്കെ എഴുതി വെക്കുക. നമ്മൾ ഈ ഗൂഗിളിലൊക്കെ ഓരോ കോട്ടുകളൊക്കെ കാണാറില്ലേ, ലവ് ഫെയിലിയർ, ലവ് കോഡ്സ്, എഡ്യൂക്കേഷൻ കോഡ്സ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കാണാറില്ലേ. അതേപോലെയാണ് ഒരു ടോപ്പിക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് 2 ലൈൻസ് ആക്കി അതൊന്ന് റൗണ്ട് ചെയ്ത് അതൊന്ന് ഒരു സ്ക്വയർ ഒക്കെ വരച്ച് അതിനകത്താക്കി എഴുതി വെക്കുകയാണ് വേണ്ടത്. റെഡിയാണല്ലോ. അല്ലാത്ത എക്സ്ട്രാ വേറൊരു പോസ്റ്റർ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ദേ ഇവിടെ പറഞ്ഞു സങ്കോഷ്ടി എന്ന് മെൻഷൻ ചെയ്യും. അപ്പം നിങ്ങളിങ്ങനെ ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം എഴുതാൻ. അല്ലാത്തത് ഇങ്ങനെ ഒരു ടോപ്പിക്കാണ് തരിക. അത് നിങ്ങൾക്ക് ഇതേപോലെ 2-3 കോട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. റെഡിയാണല്ലോ, സെറ്റാണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. യെസ്, എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. മിസ് വായിക്കാം. സമാൻ ആശയ വാലി പംക്തിയാം ചുൻകർ ലിഖേ. സെയിം അർത്ഥം വരുന്ന വരികള് കണ്ടെത്തി എഴുതൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓൾവേസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാറുണ്ടല്ലോ. യെസ്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇവിടെ താഴെ 3 അർത്ഥങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. മിസ് 1 by 1 വായിക്കുന്നുണ്ട്, നോക്കിയോളൂ.
अपना परिचय जानने के लिए दूसरों का इंतजार नहीं करें. എന്താ പറഞ്ഞിരിക്കുന്നേ? അപ്നാ പരിചയ് ജാനേ കെ ലിയേ എന്താണ് ദൂസരോം കാ ഇന്തസാർ നഹി കരേം. എന്താണ്? നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്, നിങ്ങൾ എന്താണ് എന്ന് പരിചയപ്പെടുത്താൻ, നിങ്ങൾ എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ദൂസരോം കാ ഇന്തസാർ നഹി കരോ, മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി കാത്തിരിക്കരുത് എന്നാണ് ആദ്യത്തെ അർത്ഥം. രണ്ടാമത്തത് കൊടുത്തിരിക്കുന്നത് നോക്കിയോ. ऐसी आशा छोड़ दो कि तुम्हारे लिए संघर्ष करने कोई आएगा. നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ, നിങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങാൻ വേറെ ആരെങ്കിലും വരും എന്നുള്ള ആ ഒരു ചിന്ത എന്ത് ചെയ്യുക എന്നാ പറഞ്ഞിരിക്കുന്നേ? ചോദ്ദോ, ഉപേക്ഷിക്കൂ അല്ലെ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരാൾ വരും, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ എന്നുള്ള ആ ഒരു ചിന്ത ഒഴിവാക്കൂ, വിട്ടേക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, कोई भी तुम्हारा दुख दूर करने को तैयार नहीं होगा. ആരും തന്നെ നിങ്ങളുടെ ദുഃഖം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവൂല, അതിന് റെഡി ആവൂല ആരും. ജിസ്സേ ഉസ്കെ ദുഃഖ് കി വൃദ്ധി ഹോ. എന്താ പറഞ്ഞിരിക്കുന്നത്? അത് അവരുടെ ദുഃഖം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഒരാളുടെ ദുഃഖം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ ദുഃഖം കൂട്ടൊന്നുമില്ല. അതെന്താ ചെയ്യുന്നത്? അവരുടെ ദുഃഖം വർദ്ധിപ്പിക്കുകയാണ്, അവർക്ക് ഇടങ്ങേറുണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ 3 അർത്ഥങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ എണ്ണവും നമ്മുടെ കവിതയിൽ ഏത് ലൈനിലാണ് ഈ മീനിങ് വരുന്നത് എന്ന് ദേമസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോക്കിയോ, ആദ്യത്തത് നോക്കിയേ, നമ്മുടെ എന്തായിരുന്നു അർത്ഥം? അപ്നാ പരിചയ് ജാനേ കെ ലിയേ ദൂസരോं का इंतजार नहीं करे. നിങ്ങളെ പരിചയപ്പെടുത്താൻ, നിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ വേറൊരാളെയും കാത്തിരിക്കരുത്. ഏത് വരിയിലാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കബ് തക് ജോതേ രഹേഗേ അപ്നി പഹ്ചാൻ ജാനേ കെ ലിയേ ദൂസരേ കാ മുഹ്. ഇതാണ് മക്കളെ ആ അർത്ഥം വരുന്ന ലൈൻസ്. എന്താണ് ലൈൻസിന്റെ മീനിങ്? കബ് തക് ജോത്തെ രേഖേ, എപ്പോ വരെ നിങ്ങൾ ആശ്രയിച്ചിരിക്കും. അപ്നി പഹ്ചാൻ ജാനേ കെ ലിയേ, നിങ്ങളുടെ ഐഡന്റിറ്റി മനസ്സിലാക്കാൻ. ദൂസരേ കാ മുഹ്, മറ്റുള്ളവരുടെ മുഖം. ഓക്കെ, കവിത നമ്മൾ ക്ലീൻ ആക്കി പഠിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തെ മീനിങ് എന്താ കൊടുത്തിരിക്കുന്നത്? ഏസി ആശാ ചോड़ दो कि तुम्हारे लिए संघर्ष करने कोई आएगा. നിങ്ങൾക്ക് വേണ്ടി സംഘർഷ് എന്ന് പറഞ്ഞാൽ പോരാടുക എന്നാണ്, പോരാട്ടം. നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ വേറെ ആരെങ്കിലും വരും എന്നുള്ള ഒരു ആശ, ഒരു ആഗ്രഹം വിട്ടുകളയുക. ഏത് ലൈനിലാണ് പറഞ്ഞിരിക്കുന്നത്? और कब तक आसरे में रहेगे कि कोई आए तुम्हारे लिए लड़े. എന്താ പറഞ്ഞിരിക്കുന്നേ? കബ് തക് ആസരേ മേം രഹേഗേ, എപ്പോ വരെ ആശ്രയിച്ചിരിക്കും. കി, ലെഫ്റ്റ് സൈഡിലേക്ക് കി എന്ന് വള്ളിയിട്ടാൽ എന്താണ് അർത്ഥം? എന്തെന്നാൽ. ഈ കി എന്നതിൻ്റെ അർത്ഥം എന്തെന്നാൽ. എന്ത്, എപ്പോൾ വരെ നിങ്ങൾ എന്ത് ചെയ്യും? ആശ്രയിച്ചിരിക്കും. എന്ത്? കോയി ആയേ, ആരെങ്കിലും വരും. ഓർ, എന്നിട്ട് തുമാരേ ലിയേ ലഡേ, നിങ്ങൾക്ക് വേണ്ടി പോരാടും എന്ന് വിചാരിച്ച് ആശ്രയിച്ച് നിങ്ങൾ എത്ര കാലം നിൽക്കും? റെഡിയാണല്ലോ. ലാസ്റ്റ് മീനിങ് എന്തായിരുന്നു കൊടുത്തിരിക്കുന്നത്? നോക്കിയോ. കോയി ബി തുമാരാ ദുഃഖ് ദൂർ കർനേ കോ തയ്യാർ നഹി ഹോഗാ. ആരും തന്നെ നിങ്ങളുടെ ദുഃഖം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവൂല. അതെന്താണ് ആക്ച്വലി യഥാർത്ഥത്തിൽ അതെന്താ ചെയ്യുന്നത്? ജിസ്സേ ഉസ്കെ ദുഃഖ് കി വൃദ്ധി ഹോ, അത് അവരുടെ ദുഃഖം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏത് ലൈൻസിലാണ് ആ മീനിങ് പറഞ്ഞിരിക്കുന്നത്? क्यों करेगा कोई तुम्हारी व्यथा का निराकरण अपनी व्यथा बढ़ाने के लिए. എന്താണ് മീനിങ്? ക്യോം കരേഗ, എന്തിന് ചെയ്യണം? കോയി തുമാരി വ്യഥാ നിരാകരൻ, ആരെങ്കിലും നിങ്ങളുടെ ദുഃഖത്തിനെ ഇല്ലാതാക്കൽ എന്തിനു ചെയ്യണം? അപ്നി വ്യഥാ ബഡാനേ കെ ലിയേ, അവരുടെ ദുഃഖം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ദേ അപ്നി വ്യഥാ ബഡാനേ കെ ലിയേ, അവരുടെ ദുഃഖം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ എന്തിനു ചെയ്യണം? നിങ്ങളെ ആശ്വസിപ്പിക്കൽ എന്തിനാ ചെയ്യുന്നേ? അതാണ് 3 എണ്ണത്തിന്റെ മീനിങ് വരുന്ന ലൈൻസ് കൊടുത്തിരിക്കുന്നത്. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം എന്ന് മിസ് പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പം നന്നാക്കി പഠിച്ചു വെച്ചോളൂ. റെഡി ആണല്ലോ മക്കളെ? ഇനിയും പബ്ലിക് എക്സാമിലേക്ക് ആ ഒരു ചൂട് വന്നിട്ടില്ലാത്ത ആൾക്കാർ തുടങ്ങിക്കോ മക്കളെ. ജസ്റ്റ് ഒരു മാസം മാത്രമാണ്, ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആയിട്ടുണ്ട്. റെഡിയാണ്? മാർച്ച് ഫസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് എക്സാം വരുന്നുണ്ട്. റെഡി? ഓക്കെ.
അപ്പോൾ നമ്മളിത് നമ്മുടെ എജു പോർട്ടിൻ്റെ ബാച്ച് നമ്മുടെ എജു പോർട്ടിൽ ആപ്പിൽ നിങ്ങളുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എജു പോർട്ടിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ നമ്മളിതേ ഓഫറും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. എജു പോർട്ട് നിങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. റെഡി? അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പബ്ലിക് എക്സാം ആണ്. പബ്ലിക് എക്സാം ഓൾറെഡി മിസ് പറഞ്ഞിട്ടുണ്ട്. തോൽവി തോൽവി തോൽവി, ഓക്കെ, തോൽപ്പിക്കും എന്നുള്ള കാര്യം കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് തോറ്റ് വീണ്ടും എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മിസ്സിൻ്റെ ഈ ക്ലാസ് കാണുന്ന ആർക്കും വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് മിസ് പറയുന്നത്. ഇപ്പോഴേ മക്കളെ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിക്കോ. എക്സാം തൊട്ടടുത്താണ്, അധികം ദൂരം ഒന്നുമല്ല. റെഡി മക്കളെ? അപ്പം എല്ലാവരും ഉഷാറാക്കി പഠിച്ചോളൂ. പബ്ലിക് എക്സാം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. റെഡിയാണ് മക്കളെ? യെസ്, താങ്ക് യു.